വെൽക്കം ടു മൈ ചാനൽ. കോട്ടയം ജില്ലയിൽ വാഗ്ദാനം ഗ്രാമപഞ്ചായത്തുള്ള കാടമുറി എന്ന സ്ഥലത്തുള്ള ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത്. കോട്ടയത്ത് നിന്ന് 10 കിലോമീറ്റർ ദൂരെയുള്ള കാടമുറി എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം ഉള്ളത്. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് പണിത അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രമാണിത്. 7 ബ്രാഹ്മണ കുടുംബങ്ങളുടെ അധീനതയിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. വടശ്ശേരി, തിരുത്തി, പെയ്ക്കാമറ്റം, കേളാശ്ശേരി, നാരായണമംഗലം, താമരശ്ശേരി, പെരിഞ്ചേരി എന്നീ ഇല്ലങ്ങൾ സംയുക്തമായിട്ടുള്ള കൂട്ടായ്മയാണ് ഈ ക്ഷേത്ര ഭരണം നടത്തുന്നത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ആനക്കൊട്ടിൽ. വിശാലമായിട്ടുള്ള തിരുമുറ്റമാണ് ഈ ക്ഷേത്രത്തിന് ഉള്ളത്. അതുപോലെ തന്നെ ഇതിന് ക്ഷേത്രത്തിന് ചുറ്റും വൻമതിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഈ നിർമ്മിതിയൊക്കെ കാണുമ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നരസിംഹസ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ. കൂടാതെ ഗണപതി, ദക്ഷിണാമൂർത്തി, ഭദ്രകാളി, ശാസ്താവ്, നാഗം, യക്ഷിയമ്മ എന്നിവയുടെ പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. കുംഭമാസത്തിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. 10 ദിവസത്തെ ഉത്സവമാണ് കൊണ്ടാടുന്നത്. തിരിയാനെയാണ് എഴുന്നള്ളിക്കുന്നത് എന്നൊരു പ്രത്യേകതയുടെ ഈ ക്ഷേത്രത്തിന് ഉണ്ട്. 1500 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം കാണാനായിട്ടും ഭഗവാന്റെ കടാക്ഷം നേടാനായിട്ടുമൊക്കെ നിരവധി ഭക്തജനങ്ങളാണ് ദിനംപ്രതി ഇവിടെ എത്താറുള്ളത്. ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെയായിട്ട് ഒരു ഗ്രന്ഥശാലയും ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരു ഗ്രന്ഥശാലയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിവിശാലമായിട്ടുള്ള തിരുമുറ്റമാണ്. ക്ഷേത്രത്തിൻ്റെ കവാടങ്ങളിലൊക്കെ 4 കവാടങ്ങളുണ്ട്. ആ കവാടങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ദർശനം നേടാവുന്ന ഒരു മഹാക്ഷേത്രം തന്നെയാണിത്. കറുകച്ചാലിയിൽ നിന്ന് വരുമ്പം കൈതേപ്പാലത്ത് നിന്ന് 1.5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ എത്താനായിട്ട് സാധിക്കും. ഇവിടുത്തെ പ്രധാന വഴിപാട് പാനക നേർച്ചയാണ്. മറ്റ് ദേവന്മാർക്കുള്ള വഴിപാടുകളും ഇവിടെ നടത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെയായിട്ട് ഒരു വനദേവത ക്ഷേത്രം ഉണ്ട്. നക്ഷത്രവനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ എല്ലാ നാടുകളെയും പ്രതിദാനം ചെയ്യുന്ന വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് വനദേവത ക്ഷേത്രം. ധാരാളം ഭക്തജനങ്ങൾ അവരുടെ പിറന്നാൾ ദിനത്തിലും പിറന്നാൾ ദിനത്തിലുമൊക്കെ ഇവിടെ എത്തി പൂജകൾ നടത്തുന്നുണ്ട്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബസമേതം നിങ്ങളുടെ ബന്ധുമിത്രാദികളുമായിട്ട് ഈ ക്ഷേത്ര തിരുസന്നിധിയിലെത്തി മഹാവിഷ്ണുവിൻ്റെ അവതാരമായ നരസിംഹസ്വാമി ഇവിടെ അനുഗ്രഹം വാങ്ങി നിങ്ങൾക്ക് മടങ്ങാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.